ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യമാണ് സ്റ്റേജിൽ നടക്കുന്നത്. എല്ലാവരും ആ ഒരു അർത്ഥത്തിൽ ആ പരിപാടി ഉൾക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. നീ ആരാണെന്നോ എങ്ങനെയാണെന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഫലസ്തീൻ മണ്ണിലെ കുഞ്ഞു പോരാളികളിൽ ഒരുവൻ, അത്രമാത്രം അറിയാം. നീ അന്ന് എഴുതിയതുപോലെ തീഗോളങ്ങളാൽ മൈലാഞ്ചി ചുവപ്പണിഞ്ഞ രാവിലെ ഇരുന്നല്ല ഞാൻ ഈ മറുപടി കത്തെഴുതുന്നത്. നീ എഴുതിയ വസീയത്ത് സീനത്തോ ഹാഷിമോ ഹിബത്താത്തയോ സാറയിളമ്മയോ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തിന് അവർ ജീവനോടെ ഉണ്ടോ എന്നുപോലും അറിയില്ല. നിന്റെ 80 ശക്കൽ നാണയവും ഉടുപ്പും കളിപ്പാട്ടങ്ങളും ഇസ്രായേലിന്റെ മിസൈലുകൾ ബാക്കി വെച്ചിട്ടുണ്ടോ അതും അറിയില്ല. പക്ഷെ ഒന്നറിയാം, നിന്റെ കുഞ്ഞു വസീയത്ത് ലോകം മുഴുവൻ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരുപാട് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട്. മരണം കാത്തുകിടക്കുന്ന പ്രായമുള്ളവർ മാത്രം എഴുതി വെക്കുന്ന ഒന്നായിട്ടാണ് വസീയത്തിനെ ഇന്നുവരെ കണ്ടുപരിചയിച്ചിട്ടുള്ളത്. കാരണം നിന്റെ നാട്ടിലെ പോലെയല്ല എന്റെ നാട്ടിൽ ഞാനടക്കമുള്ള ചെറുപ്പം മരണത്തിന് തയ്യാറാകും. അതുകൊണ്ട് തന്നെ വസീയത്തൊന്നും എഴുതി വയ്ക്കാറുമില്ല. നിന്റെ വസീയത്ത് വായിച്ചതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിന്നിലെ നിർഭയത്വത്തിന്റെ ധ്വനി അലയടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജന്നത്തിന്റെ പടി കടക്കുമെങ്കിൽ നിന്നെയൊന്ന് നേരിൽ കാണണം. നന്ദി, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൺതുറപ്പിച്ചതിന്, വസീയത്തുകൾക്ക് മഷി നിറയ്ക്കാൻ പ്രചോദനമായിരുന്നു. ഇപ്പോൾ على ديني على أرض تلاقيني أنا لأهلي أنا فديهم أنا دمي فلسطيني 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 أنا دمي فلسطيني. തീഗോളങ്ങളാൽ മൈലാഞ്ചി ചുവപ്പണിഞ്ഞ രാവിലെ ഇരുന്ന് ഞാൻ എന്റെ വസീയത്ത് എഴുതുന്നു. ആകെ 50 ശകലിന്റെ ബാധ്യതയായി ക്യാഷായുള്ളത്. അതിൽ 40 ശകൽ എന്റെ ഉമ്മാക്ക് കൊടുക്കണം. ബാക്കി മറിയത്തിന്, എന്റെ കളിപ്പാട്ടങ്ങൾ സീനത്തിന് കൊടുക്കണം.